പാർസിമണി എന്ന് ഉദ്ദേശിക്കുന്നത് പിശുക്കാണ്. പിശുക്കി വെച്ച് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ച് അതിന് ഒരു ഫണ്ട് റേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു കൺട്രിയുടെ പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നു. അപ്പൊ മാൽത്തസ് എഴുതിയ പുസ്തകമാണ് എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ. ബേസ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് മിനിമം സബ്സിസ്റ്റൻസ് ലെവലിലാണ്, നോട്ട് ബൈ MPL. ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഡോക്ടർ ശ്രീപ്രിയ. ഇനി UGC നെറ്റ് എക്കണോമിക്സിനായി വെറും 60 ദിവസങ്ങൾ കൂടെ ഉള്ളൂ. എല്ലാവരും അതിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ UGC നെറ്റ് എക്കണോമിക്സിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ തിയറീസ്. ആ തിയറീസ് മാത്സ് ഫോളോയിങ് വരാറുണ്ട്, നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ ഒരു തിയറീസിന്റെ ഒരു സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് തുടക്കത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള 5 തിയറീസിനെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തത് വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ആഡം സ്മിത്ത് തിയറിയാണ്. ആഡം സ്മിത്ത് എന്ന് പറയുന്നത് ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോ ആഡം സ്മിത്തിന്റെ തിയറിയിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. He emphasized on capital accumulation through saving. ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതായത് ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത് സേവിങ് വഴിയാണ് എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ഒരു മെയിൻ പോയിന്റ് ആണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? സേവിങ്സ് വഴിയാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമുക്കറിയാം, വെൽത്ത് ഓഫ് നേഷൻസ് ഒക്കെ ആഡം സ്മിത്തിന്റെ പുസ്തകമാണ്. വെൽത്ത് ഇസ് എ ഇൻഡിക്കേറ്റർ ഓഫ് കൺട്രീസ് പ്രോസ്പെരിറ്റി. ഒരു കൺട്രിയുടെ ഉന്നതി അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, പ്രോസ്പെരിറ്റിയെ ബേസ്, അതിന്റെ ബേസ് എന്താണ്? വെൽത്ത് ആണ് അതിന്റെ ബേസ് എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. വെൽത്ത് ഇസ് ഇൻക്രീസ്ഡ് ബൈ മോർ പ്രൊഡക്ഷൻ. കൂടുതൽ പ്രൊഡക്ഷൻ ഒരു കൺട്രിയിൽ ഉണ്ടാകുമ്പോൾ ആ കൺട്രിയുടെ വെൽത്ത് ഇൻക്രീസ് ആകുന്നു. അടുത്ത പോയിന്റ് നോക്കൂ, റോൾ ഓഫ് പാർസിമണി ഇൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ. ഈ പാർസിമണി എന്നുള്ള പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പാർസിമണി എന്ന് ഉദ്ദേശിക്കുന്നത് പിശുക്കാണ്. പിശുക്കി വെച്ച് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ച് അതിന് ഒരു ഫണ്ട് റേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു കൺട്രിയുടെ പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നു. അതാണ് ആഡം സ്മിത്ത് പറയുന്നത്. He also emphasized on division of labor. ഇത് മാത്സ് ഫോളോയിങ്ങിലൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ അത് ഏത് സയന്റിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന മാത്സ് ഫോളോയിങ്ങിൽ നമുക്ക് സ്ഥിരം കണ്ടുവന്ന ചോദ്യമാണ്. ഡിവിഷൻ ഓഫ് ലേബറും അതുവഴി സ്പെഷ്യലൈസേഷനും. ഡിവിഷൻ ഓഫ് ലേബറും അതുവഴി സ്പെഷ്യലൈസേഷനും ആഡം സ്മിത്തിന്റെ പോയിന്റ് ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ആഡം സ്മിത്ത് തിയറിയിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ നടക്കുന്നത് പാർസിമണി, അതായത് ആൾക്കാർ അത് കൂട്ടിവെച്ച് പിശുക്കി കൂട്ടിവെച്ച് സേവ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ നടക്കുന്നത്. വെൽത്ത് ഇസ് ഇൻഡിക്കേറ്റർ ഓഫ് കൺട്രീസ് പ്രോസ്പെരിറ്റി. വെൽത്ത് ആണ് ഒരു കൺട്രിയുടെ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ വെൽത്ത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കൂടുതൽ പ്രൊഡക്ഷൻ വഴിയാണ് ആ വെൽത്ത് ഉണ്ടാവുന്നത്. പാർസിമണി പോയിന്റ് പറഞ്ഞു. ഓൾസോ ഡിവിഷൻ ഓഫ് ലേബർ, അതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡിവിഷൻ ഓഫ് ലേബർ അതുവഴി സ്പെഷ്യലൈസേഷനും ആഡം സ്മിത്തിന്റെ പോയിന്റ്സ് ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് തിയറം, ആഡം സ്മിത്ത് ഡെവലപ്മെന്റ് തിയറം, ആഡം സ്മിത്തിന്റെ തിയറം, വെൽത്ത് ഓഫ് നേഷൻസ്, ഫാദർ ഓഫ് എക്കണോമിക്സ് നമുക്കറിയാം. ഓക്കെ, അടുത്ത നോക്കാം, മാൽത്തസ് തിയറി. മാൽത്തസ് ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. നമുക്ക് ഇതിനു മുന്നുള്ള എക്സാമുകളിലൊക്കെ പുസ്തകങ്ങൾ, ആരുടെ പുസ്തകങ്ങളാണ്? ഇപ്പൊ ആഡം സ്മിത്തിന്റെ തന്നെ വെൽത്ത് ഓഫ് നേഷൻ അല്ലാത്ത പുസ്തകങ്ങളൊക്കെ ഇതിനു മുന്നത്തെ എക്സാമിന് ചോദിച്ചിരുന്നു. അതുപോലെ പുസ്തകങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം നമ്മൾ ഏത് തിയറം പഠിക്കുവാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ മാൽത്തസ് എഴുതിയ പുസ്തകമാണ് എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ. എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള തിയറം ഒക്കെ നമുക്ക് ആ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് അത് മാൽത്തസിന്റെ ആണ് എന്നുള്ളത്. നമുക്കിനി ഇതിലേക്ക് പോവാം. 2 കൺസെപ്റ്റ് ആണ് മാൽത്തസ് ആക്ച്വലി കൊണ്ടുവന്നിരിക്കുന്നത്. തിയറി ഓഫ് പോപ്പുലേഷനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലെ, പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റി അദ്ദേഹം സംസാരിച്ചത് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം തന്നെ എഫക്റ്റീവ് ഡിമാൻഡ്, ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റായി എഫക്റ്റീവ് ഡിമാൻഡ് ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണെന്നുള്ളതും മാൽത്തസ് തന്നെ പറഞ്ഞതാണ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണെങ്കിൽ കൂടിയും എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് എ ബേസിസ് ഓഫ് എ കൺട്രീസ് ഡെവലപ്മെന്റ് എന്ന് കൂടി മാൽത്തസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അക്യുമുലേഷൻ നടക്കുന്നത് എന്ത് വഴിയാണെന്നാണ് മാൽത്തസ് പറഞ്ഞിരിക്കുന്നത്? സേവിംഗ് ബൈ ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡിന്റെ സേവിംഗ് വഴിയും ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് വഴിയും അതോടൊപ്പം തന്നെ ലാൻഡ് ലോഡ്സ് സേവ് ചെയ്യുന്നത് വഴിയാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുന്നതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മാൽത്തസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പുസ്തകത്തിന്റെ പേരെന്താണ്? എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ. എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ ആരുടെ ബുക്കാണ്? മാൽത്തസിന്റെ ബുക്കാണ്. 2 കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. തിയറി ഓഫ് പോപ്പുലേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓൾസോ എഫക്റ്റീവ് ഡിമാൻഡ്. പിന്നെ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുന്നത് ആഡം സ്മിത്ത് പറഞ്ഞത് സേവിംഗ് വഴിയാണ്, പാർസിമണി വഴിയാണ്. ഇദ്ദേഹം പറയുന്നത് സേവിംഗ് ബൈ ലാൻഡ് ലോഡ്സ്. ലാൻഡ് ലോഡ്സ് സേവ് ചെയ്യുന്നത് വഴിയും ഓൾസോ ക്യാപിറ്റലിസ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് വഴിയുമാണ് എന്തുണ്ടാവുന്നത്? ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ, തിയറി ഓഫ് പോപ്പുലേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഇംബാലൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് ഫുഡ് സപ്ലൈ. ഫുഡ് സപ്ലൈയുടെ ഗ്രോത്തും പോപ്പുലേഷൻ ഗ്രോത്തും തമ്മിലുള്ള ഒരു ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട് എന്ന മാൽത്തസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡിഗ്രി ലെവലിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. പോപ്പുലേഷൻ ഗ്രോസ് ഇൻ ജോമെട്രിക്കൽ റേഷ്യോ. ജോമെട്രിക്കൽ റേഷ്യോയിലാണ് പോപ്പുലേഷൻ കൂടുന്നത്. അതായത് 1 to 4 16 അങ്ങനെ റേഷ്യോയിലാണ്, ജോമെട്രിക് റേഷ്യോയിലാണ് പോപ്പുലേഷന്റെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. പോപ്പുലേഷൻ അങ്ങനെയാണ് കൂടുന്നത്. എങ്കിലോ ഫുഡ് സപ്ലൈ എങ്ങനെയാണ് കൂടുന്നത്? അരിത്തമാറ്റിക് റേഷ്യോ 2, 5, 8 അങ്ങനെ അരിത്തമാറ്റിക് റേഷ്യോയിലാണ് ഫുഡ് സപ്ലൈ കൂടുന്നത്. അതിനർത്ഥം എന്താണ്? പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അവരെ ഫീഡ് ചെയ്യാനുള്ള ഫുഡോ അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസോ ഒരു കൺട്രിയിൽ ഉണ്ടാവണമെന്നില്ല. എനി ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഡ്യൂ ടു ടെക്നിക്കൽ പ്രോഗ്രസ്. ഇപ്പൊ സപ്പോസ് ഒരു കൺട്രിയിൽ ഒരു ടെക്നിക്കൽ പ്രോഗ്രസ് വഴി പെർ ക്യാപിറ്റ ഇൻകം കൂടി, ആളുകളുടെ കയ്യിലുള്ള പണം കൂടി എന്ന് വിചാരിക്കാം. പക്ഷെ അപ്പൊ എന്ത് സംഭവിക്കും? ലീഡ്സ് ടു മോർ ബർത്ത്. അവിടെ മോർ പോപ്പുലേഷനും മോർ ബർത്തും ഉണ്ടാവും. ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ദ PCE ബാക്ക് ടു ദ സബ്സിസ്റ്റൻസ് ലെവൽസ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം തിരിച്ച് സബ്സിസ്റ്റന്റ് ലെവൽ എന്ന് വെച്ചാൽ എന്താണ്? നിലനിൽക്കുന്ന പോവാനുള്ള അത്രയും മാത്രം റിസോഴ്സസിലേക്ക് നമ്മൾ തിരിച്ച് പോകും. അതായത് പെർ ക്യാപിറ്റ ഇൻകം കൂടിയെന്ന് വിചാരിച്ച് ഡെവലപ്മെന്റ് നടക്കണം എന്നില്ല. പെർ ക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ പോപ്പുലേഷനും ബർത്ത് റേറ്റും അതിന് അനുസരിച്ച് കൂടുന്നു, തിരിച്ച് സബ്സിസ്റ്റൻസ് ലെവലിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, പോപ്പുലേഷൻ ഡബിൾസ് അറ്റ് എവറി 25 years. എല്ലാ 25 വർഷം കൂടുമ്പോഴും പോപ്പുലേഷൻ ഡബിൾ ചെയ്യുന്നു എന്നുള്ളതും മാൽത്തസിന്റെ തിയറിയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് തിയറി ഓഫ് പോപ്പുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജോമെട്രിക്കൽ റേഷ്യോ ആണ് പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതെങ്കിൽ ഫുഡ് സപ്ലൈ ഗ്രോ ചെയ്യുന്നത് അരിത്തമാറ്റിക് റേഷ്യോയിലാണ്. ലോങ് റണ്ണില് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എപ്പോഴും സബ്സിസ്റ്റൻസ് ലെവലിലേക്ക് എത്തുന്നു. പോപ്പുലേഷൻ ഡബിൾസ് ഇൻ എവറി 25 years. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് തിയറത്തിലേക്ക് പോകാം. ഓക്കെ, അതിന് മുന്നേതായിട്ട് മാൽത്തസിന് തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ടാവുന്ന 2 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ചെക്ക് അല്ലെങ്കിൽ നാച്ചുറൽ ചെക്ക്. എന്താണ് നാച്ചുറൽ ചെക്ക്, പോസിറ്റീവ് ചെക്ക്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, എർത്ത് ഉണ്ടാകുമ്പോൾ ഒരു പോപ്പുലേഷന്റെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോകുന്നു. അത് നാച്ചുറൽ ആയിട്ടൊരു പോപ്പുലേഷൻ കൺട്രോൾ അവിടെ സംഭവിക്കുന്നു. രണ്ടാമത്തത് പ്രിവെന്റീവ് മെഷർ, ഗവൺമെന്റിന്റെ മെഷർ അല്ലെ. ഗവൺമെന്റിന്റെ തന്നെ പോളിസീസ് ഉണ്ട്. ഇപ്പം 2 കുട്ടികൾ നിർത്താതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഗവൺമെന്റ് തന്നെ. അതോടൊപ്പം തന്നെ ഫാമിലി പ്ലാനിങ്, അതുപോലെ തന്നെ ലേറ്റ് മാരേജ്. ഇപ്പോഴൊക്കെ ആൾക്കാര് സ്ത്രീകളാണെങ്കിലും പഠനത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ലേറ്റ് മാരേജ്, അങ്ങനെ ഒരു ഡെവലപ്മെന്റ് നടക്കുമ്പോൾ പോപ്പുലേഷൻ ഓട്ടോമാറ്റിക്കലി ആയിട്ട് പ്രിവെന്റീവ് മെഷർ വഴി കുറയുകയും ചെയ്യുന്നു. അങ്ങനെ 2 കൺട്രോൾ ആണ്, പോസിറ്റീവ് ചെക്കും അതുപോലെ തന്നെ പ്രിവെന്റീവ് മെഷറും. അടുത്തത് റിക്കാർഡോ തിയറിയാണ്. റിക്കാർഡോ തിയറി ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ മാൽത്തസ് തിയറി. മാൽത്തസ് തിയറി ബേസ് ചെയ്തിട്ടാണ് റിക്കാർഡോ തിയറിയും വന്നിരിക്കുന്നത്. റിക്കാർഡോ തിയറിയിൽ പറയുന്നത് എക്കണമി ഒരു ഡൈനാമിക് സ്റ്റേറ്റിലാണ് ഉള്ളത്. റിക്കാർഡോ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇതിന് മുന്നേ ഒക്കെ ക്യാപിറ്റൽ അക്യുമുലേഷനെ പറ്റി മാത്രം സംസാരിച്ചെങ്കിൽ ഇവിടെ ഇൻകം എങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയും റിക്കാർഡോ സംസാരിക്കുന്നുണ്ട്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡിനെ കുറിച്ചും റിക്കാർഡോ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഫോറിൻ ട്രേഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഓൾസോ ഡൈനാമിക് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് റിക്കാർഡോ സംസാരിച്ചിരിക്കുന്നത്. 3 ഏജൻസ് ഓഫ് ഡെവലപ്മെന്റ്, 3 ഏജൻസ് ആണ് ഡെവലപ്മെന്റ് ഉള്ളത്. ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, ലേബർ ഉണ്ട്, അതേപോലെ തന്നെ ലാൻഡ് ലോഡ്. ക്യാപിറ്റലിസ്റ്റ്, ലേബർ, അതേപോലെ തന്നെ ലാൻഡ് ലോഡ്. അപ്പോൾ റിക്കാർഡോ തിയറി ബേസ്ഡ് ഓൺ മാൽത്തസ് തിയറി ആണ്. എക്കണമി എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് സ്റ്റേറ്റ് ആണ്. ഇൻകം ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും റിക്കാർഡോ സംസാരിച്ചിട്ടുണ്ട്. 3 ഏജൻസ് ആണുള്ളത്, ക്യാപിറ്റലിസ്റ്റ്, ലേബർ ആൻഡ് ലാൻഡ് ലോഡ്. അടുത്തത് വേജ് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മിനിമം സബ്സിസ്റ്റൻസ് ലെവൽ, നോട്ട് ബൈ എംപ്ലോയർ. റിക്കാർഡോയുടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് സബ്സിസ്റ്റൻസ് ലെവൽ അനുസരിച്ചിട്ടാണ്, അല്ലാതെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ അനുസരിച്ചിട്ടല്ല. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആണ് NPL എന്ന് പറയുന്നത്. പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ടല്ല, മിനിമം സബ്സിസ്റ്റൻസ് ലെവൽ, നിലനിന്ന് പോകാനുള്ള മിനിമം സബ്സിസ്റ്റൻസ് ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നു എന്നാണ് റിക്കാർഡോ പറഞ്ഞിരിക്കുന്നത്. In short run, wage rate can rise or fall, but in long run, wage rate should be equal to subsistence level. Short run-ലെ wage rate കൂടാം കുറയാം, പക്ഷെ ലോങ് റണ്ണില് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് സബ്സിസ്റ്റൻസ് ലെവലിലായിരിക്കും വേജ് റേറ്റ് നിൽക്കുന്നത്. ഓൾസോ റിയൽ വേജ് ഫിക്സ് ആയിരിക്കും. പ്രൈമറി സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അതേപോലെ പ്രോഫിറ്റ് ഡിപ്പെൻഡ് ഓൺ വേജസ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പത്തെ പോയിന്റ് പറഞ്ഞു, ക്യാപിറ്റലിസ്റ്റ്, ലേബർ, ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞു, 3 ഏജന്റ്. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാവുന്ന പ്രോഫിറ്റ് ആണ് പ്രൈമറി സോഴ്സ്. പക്ഷെ പ്രോഫിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? വേജസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് റിക്കാർഡോയുടെ തിയറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് മിനിമം സബ്സിസ്റ്റൻസ് ലെവലിലാണ്, നോട്ട് ബൈ MPL. അതോടൊപ്പം തന്നെ പ്രൈമറി സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? വേജസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു.
ഓക്കെ, അടുത്തത് കാൾ മാർക്സിന്റെ തിയറം ആണ്. കാൾ മാർക്സിന്റെ തിയറം ഡിറൈവ്ഡ് ഫ്രം റിക്കാർഡോ. നമ്മൾ ഇതിന് മുന്നേ നോക്കി റിക്കാർഡോയുടെ ഡിറൈവ്ഡ് ഫ്രം മാർക്സ്, ഇത് ഡിറൈവ്ഡ് ഫ്രം മാൽത്തസ്. ഇതൊരു ഓർഡറിലാണ് ഒരാൾ കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ടാണ് തിയറീസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാൾ മാർക്സിന്റെ തിയറിയെ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്നും പറയും. ഇതും മാത്സ് ദ ഫോളോയിങ്ങിൽ കാണാറുള്ളതാണ്. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് കാൾ മാർക്സ് ആണ്. ഇത് നമ്മൾ മാത്സ് ദ ഫോളോയിങ്ങിൽ കാണാറുള്ളതാണ്. റെസ്റ്റ് അപ്പോൺ ലേബർ തിയറി ഓഫ് വാല്യൂ. ലേബർ തിയറി ഓഫ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുന്നത്, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിസർവ് ആർമിയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ആദ്യം ആഡം സ്മിത്തിന്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ മാത്സ് ഫോളോയിങ്ങിലൊക്കെ വരുന്ന ഒന്നാണ് റിസർവ് ആർമി എന്ന് വന്നാൽ അതെന്താണ്, അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ആണ് ആഡം സ്മിത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞത്. ഇവിടെ റിസർവ് ആർമി എന്നുള്ള ടേം വരുവാണെങ്കിൽ അത് കാൾ മാർക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെക്നിക്കൽ പ്രോഗ്രസ് ലീഡ് ടു ലാർജ് സ്കെയിൽ ലേബർ സേവിംഗ് ഡിവൈസസ് റിസൾട്ടിങ് ഇൻ സർപ്ലസ് മാൻ പവർ. ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് മെഷീനറി വരുന്നു, അപ്പൊ ആൾക്കാർക്കുള്ള മാൻ പവർ ഒരുപാട് വേസ്റ്റ് ആവുന്നു എന്നല്ല, അത് റിസർവ് ആർമി ആയിട്ട് നിൽക്കുന്നു. കാരണം അവർക്ക് ഒരുപാട് ജോലി കുറഞ്ഞു വരുന്നു. ലാർജ് സ്കെയിൽ ലേബർ സേവിംഗ് ഡിവൈസസ് ലീഡ് ടു സർപ്ലസ് മാൻ പവർ സർപ്ലസ് ആയി നിൽക്കുന്നു, കാരണം മെഷീൻസ് വന്നു അതുകൊണ്ട്. അപ്പൊ അതിനാണ് റിസർവ് ആർമി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ മാത്സ് ഫോളോയിങ്ങിൽ നോക്കൂ, ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണ്. റിസർവ് ആർമി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്താണ്, കാൾ മാർക്സ് ആണ്. ഇതിന് തൊട്ട് മുമ്പ് പറയുകയാണെങ്കിൽ വേജ് റേറ്റ് മിനിമം സബ്സിസ്റ്റൻസ് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ അത് വേണമെങ്കിൽ റിക്കാർഡോ ആണ്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് മാത്സ് ഫോളോയിങ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടെ പറയാം. കാൾ മാർക്സിന്റേത് തിയറം ഡിറൈവ്ഡ് ഫ്രം റിക്കാർഡോ ആണ്. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞാലും അത് കാൾ മാർക്സിന്റെ തിയറമാണ്. റെസ്റ്റ് അപ്പോൺ ലേബർ തിയറി ഓഫ് വാല്യൂ. ടെക്നിക്കൽ പ്രോഗ്രസ് ലീഡ് ടു ലാർജ് സ്കെയിൽ ലേബർ സേവിംഗ് ഡിവൈസസ് റിസൾട്ടിങ് ഇൻ സർപ്ലസ് മാൻ പവർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർവ് ആർമി എന്ന് പറയുന്നത്. ഇനി മാർക്സിന്റെ തിയറത്തിന്റെ കോമ്പണൻസ് നോക്കാം. കോൺസ്റ്റന്റ് ക്യാപിറ്റലിനെ നമ്മൾ സി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, വേരിയബിൾ ക്യാപിറ്റലിനെ നമ്മൾ വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, സർപ്ലസ് വാല്യൂവിനെ നമ്മൾ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്യാപിറ്റലും വേരിയബിൾ ആയിട്ടുള്ള ക്യാപിറ്റലും പ്ലസ് സർപ്ലസ് വാല്യൂ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നു. ഇനി റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ ചോദിക്കുകയാണെങ്കിൽ എസ് വി ആണത്. അത് ഇസ് ഈക്വൽ ടു എന്താണ്, സർപ്ലസ് വാല്യൂ ഡിവൈഡഡ് ബൈ വേരിയബിൾ ക്യാപിറ്റൽ. സർപ്ലസ് വാല്യൂ ഡിവൈഡഡ് ബൈ വേരിയബിൾ ക്യാപിറ്റൽ ആണെങ്കിൽ റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നു. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ് ഓർഗാനിക് കോമ്പസിഷൻ ഓഫ് ക്യാപിറ്റൽ. ഓർഗാനിക് കോമ്പസിഷൻ ഓഫ് ക്യാപിറ്റൽ ഫോർമുലയാണ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ബൈ വേരിയബിൾ ക്യാപിറ്റൽ. കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ബൈ വേരിയബിൾ ക്യാപിറ്റൽ ആണെങ്കിൽ അതിനെ എന്ത് പറയും, ഓർഗാനിക് കോമ്പസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. സർപ്ലസ് വാല്യൂ ഡിവൈഡഡ് ബൈ വേരിയബിൾ ക്യാപിറ്റൽ ആണെങ്കിൽ അതിനെ നമ്മൾ റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയും. ഈ മൂന്ന് ഫോർമുലാസും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്താണ്, റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സർപ്ലസ് വാല്യൂ ഡിവൈഡഡ് ബൈ വേരിയബിൾ ക്യാപിറ്റൽ ആണ്. വേരിയബിൾ ക്യാപിറ്റൽ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഓൾസോ ഓർഗാനിക് കോമ്പസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ വേരിയബിൾ ക്യാപിറ്റൽ ആണ്. ഓക്കെ, അടുത്തത് റോസ്റ്റോയുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ്. റോസ്റ്റോയുടെ 5 സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓർഡറിൽ തന്നെ ചോദിക്കാറുണ്ട്. റോസ്റ്റോയുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്തൊക്കെയാണ്, ട്രഡീഷണൽ സൊസൈറ്റി, പ്രീ കണ്ടീഷൻ ഓഫ് ടേക്ക് ഓഫ്, derived to maturity and also high mass consumption. അപ്പൊ നമുക്കത് ഓരോന്നും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ട്രഡീഷണൽ സൊസൈറ്റി ആണ്. ട്രഡീഷണൽ സൊസൈറ്റി 1700 നിലനിന്നിരുന്ന സൊസൈറ്റി ആണ്. ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ, അതായത് അതൊരു ബാക്ക്വേർഡ് സൊസൈറ്റി ആണ്. ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഇസ് ബിലോ 5% ഓഫ് ദ നാഷണൽ ഇൻകം. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എല്ലാ സ്റ്റേജിലും ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് 5% താഴെ ആണെങ്കിൽ അതിന് ട്രഡീഷണൽ സൊസൈറ്റിയുടെ കേസാണ്. അവിടെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. കൂടുതലും ഒരു അഗ്രികൾച്ചർ സൊസൈറ്റി ആണ്, ബാക്ക്വേർഡ് സൊസൈറ്റി ആണ്. ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് 5% താഴെയാണ്. അവിടെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അടുത്തത് പ്രീ കണ്ടീഷൻ ഓഫ് ടേക്ക് ഓഫ്. ചേഞ്ച് ഇൻ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവുന്നു. അവിടെ പ്രിവെന്റ് ഫ്രം ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഒരു ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ നമുക്കറിയാം, ഓവർ ദ ടൈം റിട്ടേൺസ് കുറഞ്ഞു വരുന്നു. ആ ഒരു കേസ് അവിടെ ഉണ്ടാവുന്നില്ല. ഓൾസോ ഇൻവെസ്റ്റ്മെന്റ് ബിറ്റ്വീൻ 5 to 10%. ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു 5% താഴെയാണ് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ 5 to 10% ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് പ്രീ കണ്ടീഷൻ ഓഫ് ടേക്ക് ഓഫിൽ. അതായത് കുറച്ച് ഡെവലപ്പ് ആയി തുടങ്ങുന്നു. ഡിമിനിഷിംഗ് റിട്ടേൺസ് സ്കെയിൽ അവിടെ ഇല്ല. സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ സ്ട്രക്ചറിനൊക്കെ ഒരു ഡിഫറൻസ് വരുന്നു. 5 to 10% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അടുത്തത് ടേക്ക് ഓഫ് ആണ്.
റാപ്പിഡ് സെൽഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത്. സെൽഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സെക്ടറിൽ മാത്രമല്ല. ഇപ്പം ഇനിഷ്യൽ ട്രഡീഷണൽ സൊസൈറ്റിയിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ മാത്രമാണ് ഗ്രോത്ത്. പക്ഷെ ഇവിടെ അതല്ല, മറ്റ് സെക്ടറുകളും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു. ഡൈനാമിക് എക്കണോമിക് ഗ്രോത്ത്, എല്ലാ സെക്ടറുകളും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഇസ് എബവ് 10%. 10% എബവ് ആണ്. ഇന്ത്യയിൽ ഒരു ടേക്ക് ഓഫ് സംഭവിച്ചത് തേർഡ് 5 ഇയർ പ്ലാനിന് ശേഷമാണ്. ആ 5 ഇയർ പ്ലാനിനോട് കൂടിയാണ് ഇന്ത്യയിൽ ഒരു ടേക്ക് ഓഫ് സംഭവിച്ചെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. അപ്പൊ ഒരു സെൽഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത്, ഇതാണ് ഇമ്പോർട്ടന്റ്. അതായത് എല്ലാ സെക്ടറുകളും ഒരുപോലെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ തുടങ്ങുന്നു. ഓൾസോ അടുത്ത നോക്കൂ, ഡിറൈവ്ഡ് മെച്യൂരിറ്റി. ഡിറൈവ്ഡ് മെച്യൂരിറ്റി എന്താണ്? നമ്മളൊരു ഗ്രോത്ത് അക്വയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കുറച്ചുകൂടി മോഡേൺ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നു. 10 to 20% ഇടയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നു. മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ആവുന്നു, 10 to 20% ഇടയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നു. അടുത്തതാണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഹൈ മാസ് കൺസംഷൻ. മോഡേൺ ടെക്നോളജി ഇത് ചെയ്തു, ഒരു മോഡേൺ സൊസൈറ്റി ആയി കഴിയുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് ലെഷർ. സോഷ്യൽ സെക്യൂരിറ്റി, ലെഷർ എന്നിവയ്ക്കൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതായത് എന്റർടൈൻമെന്റ്, ലെഷർ, അതുപോലെ തന്നെ സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി, കൂടുതൽ ഫെസിലിറ്റീസ്, അതിനോടൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പൊ ലാർജർ റിസോഴ്സസ് ഒക്കെ അതിനു വേണ്ടി കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓൾസോ കോൺസ്പീക്കസ് കൺസംഷൻ, അതായത് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കൺസംഷൻസും അതിന് സൊസൈറ്റി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നു. ഇന്ത്യയൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനത്തെ ഒരു ക്ലാസ് ഓഫ് പീപ്പിളും ഉണ്ട്, ഒത്തിരി ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഒരു 5 സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഒരു ട്രഡീഷണൽ സ്റ്റേജിൽ നിന്നും ഒരു പ്രീ കണ്ടീഷൻ ടു ടേക്ക് ഓഫ്, ഒരു ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു സെൽഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത്, അതെവിടെയാണ് സംഭവിക്കുന്നത്? ടേക്ക് ഓഫ് സ്റ്റേജിൽ സംഭവിക്കുന്നു. അതിനുശേഷം ഡ്രൈവ് ടു മെച്യൂരിറ്റി ആണ്, അതായത് എന്താണ്, മോഡേൺ ടെക്നോളജി ഒക്കെ കുറച്ചുകൂടെ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ലെഷർ, സോഷ്യൽ സെക്യൂരിറ്റി, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കോൺസ്പീക്കസ് കൺസംഷൻ ഒക്കെ കൂടുന്ന സ്റ്റേജ് ആണ് ഹൈ മാസ് കൺസംഷന്റെ സ്റ്റേജ്. ഇതാണ് റോസ്റ്റോയുടെ 5 സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 തിയറീസ്, ഒരു ബേസിക് ആയിട്ടുള്ള 5 തിയറം നോക്കി. മാൽത്തസിന്റെ, ആഡം സ്മിത്തിന്റെ തിയറം, മാൽത്തസിന്റെ, റിക്കാർഡോ, അതുപോലെ തന്നെ കാൾ മാർക്സ്, അതിനുശേഷം റോസ്റ്റോയുടെ സ്റ്റേജ്. ഇതുപോലെ മറ്റു തിയറീസും അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു സീരിയസ് ആയിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തിയറംസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു 60 ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് UGC നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ടൊരു ക്രാഷ് കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 60 ദിവസത്തിനുള്ളിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, സിലബസ് എങ്ങനെ ഒരു ടൈം ടേബിൾ ബേസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊരു സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് കിട്ടും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, PDF നോട്ട് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ഡിസ്കഷനും ഉണ്ടാവും. അപ്പൊ ഈ ക്രാഷ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. 60 ദിവസത്തിനുള്ളിൽ നമുക്ക് സുഖമായിട്ട് UGC നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് കാണാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ക്രാഷ് ബാച്ചിന്റെ കാര്യം മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.